കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പോളോ GT TSI ആയിട്ടാണ്. ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് പോളോ എവിടെയെന്ന്. അപ്പോൾ പോളോ നമ്മൾക്ക് നല്ല വണ്ടി കിട്ടിയാൽ മാത്രമേ നമ്മുടെ ചാനൽ കൂടി എത്തിക്കാറുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് 2020 മോഡൽ പോളോ GT TSI സിംഗിൾ ഓണർ വാഹനമാണ്. വാഹനം നോക്കുകയാണെങ്കിൽ ഫുള്ളി ലോഡറാണ്. ഹൈലൈൻ ആയതുകൊണ്ട് തന്നെ പറയേണ്ട എല്ലാവിധ ഫീച്ചേഴ്സും അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് ആയാലും നല്ലൊരു പോഷ് ലുക്ക് വരുന്ന വാഹനം തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ഇതിനകത്ത് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ അതേപോലെ പിക്ചർ ഇൻ പിക്ചർ ഫെസിലിറ്റി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഈ ഡിസ്പ്ലേനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് ഫുള്ള് കണ്ടുവരാം. ഞാൻ പറഞ്ഞ പോലെ 2020 മോഡൽ. പിന്നെ TSI എന്ന് പറയുമ്പോൾ അറിയാം പെട്രോളാണ്, ഓട്ടോമാറ്റിക്കാണ്, GT ആണ്. അപ്പോൾ വാഹനം ഫുള്ള് കണ്ടുവരാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിച്ചേക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പോളോ GT TSI ആണ്. 2020 മോഡൽ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. വെറും 49,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. അതാണ് അടുത്തൊരു ഹൈലൈറ്റ്. ഹൈലൈനാണ്. ഹൈലൈൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എല്ലാവിധ ഫീച്ചേഴ്സും ഈ വാഹനത്തിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഇൻക്ലൂഡിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ റൂഫിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ സ്പോയിലർ വരെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് സ്പോർട്ടി ആയിട്ട് ലുക്ക് തരുന്ന വാഹനം കൂടിയാണ്. കൂടെ തന്നെ നമുക്ക് സൈഡ് ബീഡിങ് കാര്യങ്ങളൊക്കെ, സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാം. പിന്നെ വാഹനം നോക്കുകയാണെങ്കിൽ ഈ ഒരു കളർ പോളോൻ്റെ വളരെ ഡിമാൻഡിൽ നിൽക്കുന്ന സാധനമാണ്. റെഡും അതേപോലെ തന്നെ ഈ ഒരു ഗ്രേ കളറൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്. ചോദിച്ചു വരുന്നത് ഈ രണ്ട് കളേഴ്സൊക്കെയാണ്. പിന്നെ വൈറ്റും ഉണ്ട്. തെറ്റില്ലാത്ത രീതിയിൽ വൈറ്റിനും ഡിമാൻഡ്. പക്ഷേ ഈ കളേഴ്സ് നല്ല രസമാണ് കാണാനായിട്ട്. ഇത് പോളിഷടിച്ച് വന്ന് ഇറക്കി കഴിഞ്ഞെങ്കിൽ വേറെ റേഞ്ച് സാധനങ്ങളായിരിക്കുന്ന യാതൊരു സംശയവും കാര്യങ്ങളില്ല. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഫുള്ള് എഡ്ജ് ടു എഡ്ജ് വ്യൂവിലേക്കൊന്ന് പോയേക്കാം. വീലാസിലേക്ക് വരാം. ഫസ്റ്റ് തന്നെ വീലാസ് വളരെ നീറ്റായിരിക്കും. വീലാസും കൂടെ കാണാം. കുഴപ്പമില്ലാത്ത ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാം. ബമ്പറിലേക്ക് വരാം. ബമ്പറിലേക്ക് ഇവിടെ ചെറിയ രീതിയിൽ അഴുക്കും കാര്യങ്ങളുണ്ട്. ഇത് കംപ്ലൈൻറ്റ് കാര്യമൊന്നുമല്ല, അഴുക്ക് വന്നേക്കാനാണ്. ജസ്റ്റ് ഒരു മഴ കഴിഞ്ഞുള്ളൂ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ അഴുക്കാണത്. നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഹെഡ് ലാംപ്സ് നോക്കാം. നീറ്റായിരിക്കും ഹെഡ് ലാംപ്സ് നമുക്ക് കാണാം. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സും കൂടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഹെഡ് ലാംപ്സ് ആയാലും നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഇവിടെ ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല ബോഡി ക്വാളിറ്റിയുള്ള വാഹനമാണ്. അതിന് യാതൊരു സംശയം നമുക്കില്ല. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസും നീറ്റടങ്ങിയ വീലാർസും കൂടെ കാണാം. കുഴപ്പമില്ലാത്ത ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരാം. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറിലും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഡോറിൽ നമുക്കിവിടെ കിട്ടുന്നില്ല. താഴെ ആകുമ്പോൾ നമുക്കിവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലുള്ള ബീഡിങ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ സൈഡ് വ്യൂ ആയിരുന്നു നോക്കിയേക്കാം. നല്ല കറക്റ്റായിട്ടിരിക്കുന്ന സൈഡ് പോർഷൻ കൂടെ കാണാം. GT TSIയുടെ ബാഡ്ജിങ് നമുക്ക് ബാഡ്ജിങ് അല്ല സ്റ്റിക്കറിങ് വർക്ക് കിട്ടുന്നുണ്ട്. ഗ്രിപ്പുള്ള ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും ഒറിജിനൽ കമ്പനി അലോയ്സ്. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളും അവിടെ നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ സ്പോയിലേഴ്സ് കാണാം. ഇത് കമ്പനി ഫിറ്റ് തന്നെയാണ്. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇവിടെ ഡിഫോക്കസ് വരുന്നുണ്ട്. റിയർ വൈപ്പർ വരുന്നുണ്ട്. ലിഡ് നോക്കാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ്. GTയുടെ ബാഡ്ജ് നിൽക്കുന്നുണ്ട്. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സിനും ഒരു രീതിയിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും ബമ്പേഴ്സിനും കിട്ടുന്നില്ല. അതാണ് വാഹനത്തിൻ്റെ അടുത്തൊരു ഹൈലൈറ്റ് പറയുന്നത്. സൈഡ് പോർഷൻ നോക്കാം. സൈഡ് പോർഷനും നീറ്റായിട്ട് സൈഡ് പോർഷൻ നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് ഇവിടുത്തെ വീലാർസിലേക്ക് പോയാൽ ഇവിടെയും സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും ഇവിടെയും കിട്ടുന്നില്ല. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറായാലും നീറ്റായിട്ട് ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഡോർ നോക്കാൻ ചേട്ടി ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഇവിടെ ഡോർ പാഡ്സ് നോക്കാം. ക്ലീൻ ആയിട്ട് ഡോർ പാഡ്സും കൂടെ കാണാം. 4 പവർ വിൻഡോസിനും ബട്ടണും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. വാറിയം കൺട്രോൾസ് കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സാണ് അടുത്ത ഹൈലൈറ്റ്. പിന്നെ ക്ലീൻ ആയിട്ട് യൂസ് ചെയ്തേക്കണം ഇൻറ്റീരിയേഴ്സാണ്. സീറ്റൊക്കെ ടോപ്പ് ക്വാളിറ്റിയാണ്. ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇൻറ്റീരിയേഴ്സും വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. മിഡിൽ നമുക്കിവിടെ വലിയൊരു ആൻഡ്രോയിഡ് സിസ്റ്റം വന്നിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്തിട്ട് കാണിച്ചു തരാം. എന്താണ് സംഭവം എന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കീ വന്നിരിക്കുന്നത്. പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്യുമ്പോൾ കിലോമീറ്റേഴ്സ് ഫസ്റ്റ് പറഞ്ഞേക്കാം. 49,000 കിലോമീറ്റേഴ്സാണ് ഓടിയേക്കണേ. ഇതാണ് ഇതിൻ്റെ ടച്ച് സ്ക്രീൻ വന്നേക്കണേ. അതിനകത്ത് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. റിവേഴ്സ് ക്യാമറ സംഭവം, അതേപോലെ ആൻഡ്രോയിഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ സെറ്റിങ്സും കാര്യങ്ങളും, ഡോർ ഓപ്പൺ അലർട്ട്, പിന്നെ നമ്മൾ ആൻഡ്രോയിഡിൽ കാണുന്ന ഫോണിൽ ആൻഡ്രോയിഡ് ഫോൺസിൽ കാണുന്ന അതേ സെറ്റപ്പ് തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇപ്പോൾ ഡോർ ഓപ്പണായി കിടക്കണം. അതിൻ്റെ പേരിലാണ് അലർട്ട് തന്നെ വീഡിയോ. ഈ സംഭവങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ കുറച്ച് സിനിമയൊക്കെ കണ്ട് നമുക്കവിടെ പോവാം. ഓക്കെ, അപ്പോൾ ഇത്ര സംഭവങ്ങളാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് GT ആയതുകൊണ്ട് തന്നെ ഗിയർ നോബും കാര്യങ്ങളും കൂടി ഉണ്ട്.
പ്ലാറ്റ്ഫോം നോക്കാം. പ്ലാറ്റ്ഫോം നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന പ്ലാറ്റ്ഫോം. ഡോർ പാഡ്സ് ആയാലും നല്ല ഭംഗി തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട്. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ലൈറ്റിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ് കാണാം. ഇവിടെ റിയർ സീറ്റ്സ് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റിയർ സീറ്റ്സ്. റൂഫായാലും നല്ല ഭംഗി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ വേറെ സംഭവം കൂടി ഉണ്ട്. നമ്മുടെ ഇതല്ലോ പിക്ചർ സംഭവമൊക്കെ ഉണ്ടേ, നമ്മൾ എടുത്ത് പറയണം. അപ്പോൾ നമുക്ക് ഓഫ് ഇട്ടേക്കാം. ഓക്കെ, ഇനി ഒന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചതിന് ശേഷം വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് വരാം. ഡോറിന് ഓപ്പൺ ചെയ്യണം. ഇവിടുത്തെ ഡോർ പാഡ്സ് നോക്കാം. അതേപോലെ തന്നെ സീറ്റ്സ് നല്ല ക്ലീൻ സീറ്റ്സ് ആണ് കേട്ടോ. എനിക്ക് സീറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നല്ല പ്രൊഫഷണൽ ലുക്ക് വരുന്നുണ്ട്. രണ്ട് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ലെഗ് റൂം കുഴപ്പമില്ലാത്ത ലെഗ് റൂം കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടുന്ന് വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് ഇങ്ങനെ ഇൻറ്റീരിയേഴ്സ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ഡോറിന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് നമുക്ക് എൻജിൻ ഭാഗവും അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പോളോ GT TSIയുടെ എൻജിൻ ഭാഗം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന എൻജിനാണത്. നല്ല ക്ലീനായിട്ടിരിക്കുന്ന എൻജിൻ. കേട്ടോ, ഒരു കംപ്ലൈൻറ്റും ഇല്ല. നല്ല ലൈക്ക് ന്യൂ എന്നൊക്കെ പറയാം. ആ ഒരു ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു പൊടി അഴുക്കോ കാര്യങ്ങളൊന്നുമില്ല. എഡ്ജസൊക്കെ നോക്കിയേക്കാം. എന്തെങ്കിലും പേസ്റ്റിങ്ങിൻ്റെ പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കാം. ഇവിടെ ഫ്രണ്ട് നോക്കാം. അതിൽ ഇവിടുത്തെ എഡ്ജസ് നോക്കാം. നല്ല ക്ലീനായിട്ട് ഇരിക്കുന്നു. ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് ലിഡിലും ഇവിടെ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ആ ഒരു എൻജിൻ ഭാഗത്തും കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടിലേക്ക് പോയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കിക്കാം. കീ ഒന്ന് വരട്ടെ. നമുക്ക് ലോങ് പ്രസ് ചെയ്തിട്ട് ബോട്ട് നോക്കാം. ഓക്കെ, അൺലോക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. നീറ്റായിട്ടിരിക്കുന്ന ബൂട്ട് നമുക്കിവിടെ കാണാം. ക്ലീനാണ്. അതേപോലെ പാസൽട്ട് നോക്കാം. പാസൽട്ട് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന പാസൽട്ട് കാണാം. പിന്നെ ഇവിടുന്ന് നമുക്ക് എഡ്ജസൊക്കെ നോക്കിയേക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. അഴുക്കും കാര്യങ്ങളുണ്ട്, വേണമെന്നല്ല, പൊടിയാണ്. അതേപോലെ ഇവിടെ ലിഡ് നോക്കിയേക്കാം. ലിഡിലും ഒരു രീതിയിലുള്ള ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നും ലിഡിൽ നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ടയർ കാണിച്ചില്ല, ടയർ കൂടി കാണിച്ചേക്കാം. റോഡ് ടച്ച് ചെയ്യാത്ത ടയേഴ്സ് വെക്കുന്നുണ്ട്. കിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇൻറ്റീരിയേഴ്സ്. നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. നിങ്ങളെല്ലാവരും അപ്പോൾ ഈ ഒരു പോളോൻ്റെ ഫുള്ള് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ ഇത് ഷോറൂമിൽ, ഞാൻ ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും ഷോറൂമിൽ റിലേറ്റഡ് വാഹനമായിരിക്കും. പിന്നെ വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമാണ് നമ്മുടെ പേഴ്സണലായിട്ട് റെഫറൻസിൽ ഒന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് വാട്സാപ്പ് മെസ്സേജോ കോളോ ചെയ്ത് ചോദിച്ചേക്കാം. പിന്നെ ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരാൻ നോക്കാം. പോളോ GT ഒക്കെ വളരെയധികം ഡിമാൻഡ് നിൽക്കുന്ന വാഹനമാണ്. കൂടാതെ ഇത് 2020 ലേറ്റസ്റ്റ് മോഡലാണ്. നമ്മൾ ഏറ്റവും കൂടിയ മോഡലിൽ നമുക്ക് 2020 2021 വരെ പോളോ ഉണ്ടായെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ന്യൂമറസ് കാർസ് ആലുവയിലാണ് ഈ ഒരു വാഹനം കിടക്കുന്നത്. ഇവിടെ വരണമെങ്കിൽ ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ലോൺ ഫെസിലിറ്റി വേണമെങ്കിൽ ആ ഫെസിലിറ്റി എല്ലാം നമുക്കൊന്നും ചെയ്തു തരും. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് അടക്കാം. അതിനൊക്കെ ആകുമ്പോൾ എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വരും. വെറും 35,000 രൂപ മുതൽ ലക്ഷക്കണക്കിന് വിലയുള്ള വാഹനങ്ങളുടെ വീഡിയോസ് നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഡെയിലി വരുന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിന് ആസ്കിംഗ് പ്രൈസ് 11.25 ലക്ഷം രൂപയാണ്. 11.25 lakhs നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ ഉണ്ട്. മെസ്സേജ് അയച്ചേക്കാം, സംസാരിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.